കഥയുടെ പേര് അസ്തമയം. യാത്രയ്ക്കുള്ള സമയമായി. വീട്ടുകാരോട് വിട ചൊല്ലിയപ്പോൾ മനസ്സ് തേങ്ങി. ജീവിതത്തിൽ ആദ്യമായി വീട്ടിൽ നിന്നും അകലുന്നു. വേർപാടിന് ദിനചര്യയുടെ സ്ഥാനമേയുള്ളൂ എന്ന അമ്മാവൻ്റെ തത്വം വളരെ പ്രായോഗികം. ജീവിതം പഠിപ്പിച്ച തത്വങ്ങളിൽ ഏറ്റവും സുന്ദരമായ നിർവചനം. ബസ്സിലെ യാത്രക്കിടയിൽ അറിയാതെ അമ്മയെക്കുറിച്ച് ഓർത്തു. അമ്മയുടെ കരച്ചിൽ തീർന്നിരിക്കില്ല. വളരെ നാളുകളായുള്ള അമ്മയുടെ നൊയമ്പിൻ്റെ ഫലമായി ലഭിച്ച ഈ ജോലി ദൂരെ ഒരു കുഗ്രാമത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ഉപേക്ഷിക്കുവാൻ മനസ്സനുവദിച്ചില്ല. ദൂരത്തിൻ്റെ പ്രശ്നം, ദുരിത ദുഃഖങ്ങൾ കുട പിടിച്ചു മറച്ചു. അത്രയും നന്ന്. ബസ് ഒരു കവലയിൽ നിന്നു. ഇത് അവസാന സ്റ്റോപ്പ്. പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള വഴി കണ്ടുപിടിക്കുവാൻ അധികം ബുദ്ധിമുട്ടിയില്ല. ഓഫീസിലെ ഒഴിഞ്ഞ കസേരയ്ക്ക് മുന്നിലെ മേശമേൽ ഫയൽ കൂമ്പാരം കണ്ടപ്പോൾ അതിശയം തോന്നിയില്ല. സൽഭരണത്തിൻ്റെ ലക്ഷണം ഇതാണല്ലോ. ഓഫീസറുടെ മുറിക്കുള്ളിൽ കയറി അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അല്പസമയത്തിനുള്ളിൽ ഹാജർ പുസ്തകത്തിലെ 2 വരയ്ക്കുള്ളിൽ ഞാനും ഒതുങ്ങിക്കൂടി. അങ്ങനെ ജീവിതത്തിലെ കാണാപ്പുറങ്ങൾ വായിക്കുവാനുള്ള അധികാരിയായി ഞാൻ സ്വയം സ്ഥാനാരോഹണം ചെയ്തു. ഓഫീസിലെ ചിതലെടുത്ത ചുമരുകൾ പലപ്പോഴും എന്നെ നോക്കി പല്ലിളിച്ചു. ഫയലുകൾക്കിടയിൽ നിന്നും പാറ്റകളും ഉറുമ്പുകളും ഇടയ്ക്കിടെ കുഞ്ഞെലികളും പുറം ലോകം കാണുവാൻ തയ്യാറാകുമ്പോൾ അവർക്ക് ഞാനൊരു ശല്യമാകാതിരിക്കാൻ അടുത്തുള്ള ചായക്കടയിലെ ഒടിഞ്ഞ ബെഞ്ചുകളിലൊന്ന് സ്ഥാനം കണ്ടെത്തും. സഹജീവികൾ പരസ്പരം ഇംഗിതങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സഹവാസത്തിന് ഉത്തമം എന്ന അമ്മാവൻ്റെ തത്വം ഇവിടെ അർത്ഥസമ്പുഷ്ടം. ചായക്കടയിലെ വൃദ്ധനായ ഓണർ കേശവൻ 2 ഗ്ലാസുകളിലായി പാലും കട്ടനും പരസ്പരം ഇണചേർത്ത് ചായയാക്കുന്ന പ്രവൃത്തി മണിക്കൂറുകളോളം നോക്കി തളർന്നു കിടന്നുറങ്ങുന്ന എന്നെ 5 മണിയാകുമ്പോൾ ഓണർ വിളിച്ചുണർത്തും. അയാൾക്കൊരു നന്ദിയും പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ മറ്റുള്ളവർ എന്തു പറയും എന്ന ചിന്ത തൽക്കാലം മറക്കാം. ഉച്ചഭക്ഷണം ഇതിനിടെ കഴിഞ്ഞിരിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം അതില്ലെങ്കിൽ ഞാനില്ലല്ലോ. ഇതാണ് എൻ്റെ ജീവിതശൈലി, എൻ്റെ മാത്രമല്ല പലരുടെയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനൊരു വിചിത്ര മനുഷ്യനെ കണ്ടുമുട്ടി. പരമു. സ്വന്തം ഭാര്യയുടെ തല വെട്ടിയെടുത്ത് ആ തലയുമായി മൈലുകൾക്കപ്പുറമുള്ള സ്റ്റേഷനിൽ ചെന്ന് കുറ്റം ഏറ്റുപറഞ്ഞ ദ്രോഹി. പറ്റ വെട്ടിയ തലമുടിയിൽ ഭസ്മം വാരി തേച്ച് കഴുത്തിൽ പഞ്ചമുഖ രുദ്രാക്ഷ മാലയണിഞ്ഞ് മുഴുവൻ സമയവും ചുണ്ടിൽ എരിയുന്ന ചുരുട്ടുമായി അരപ്പട്ട കെട്ടിയ മനുഷ്യൻ. 50 വയസ്സ് കഴിഞ്ഞ കാളക്കാരൻ പരമു. ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ എപ്പോഴും തളം കെട്ടി നിൽക്കുന്ന കണ്ണുനീർ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി പുകക്കറ പിടിച്ച പല്ലുകൾ കാട്ടി ശാന്തമായി ചിരിക്കുന്ന പരുക്കൻ. വെള്ളിയാഴ്ച തോറുമുള്ള കാളച്ചന്ത കഴിഞ്ഞ് തിരികെ റെയിൽവേ പുറമ്പോക്ക് ഭൂമിയിലെ തൻ്റെ കുടിലിലേക്ക് മദ്യലഹരിയാൽ വേച്ചു പോകുന്ന അയാളുടെ കയ്യിൽ ഒരു പിടി മിഠായികൾ കാണും. നാട്ടുകാരും ചോദിക്കാറില്ല ആർക്കാണ് ഈ മിഠായികളെന്ന്. ഒരിക്കൽ അയാളോട് ഞാൻ കവലയെ വെച്ച് ചോദിച്ചു, പരമോ, ഒരു മിഠായി എനിക്ക് തരുമോ? അയാൾ എന്നെ രൂക്ഷമായി നോക്കി. ചുണ്ടിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ചുരുട്ട് ദൂരെ തൂപ്പി. തലക്കെട്ടൂരി റോഡിൽ വിരിച്ച് മിഠായികൾ തൂകി. അരപ്പട്ട ഊരി കയ്യിലെടുത്ത അയാൾ നിലത്തുറയ്ക്കാത്ത കാലുകൾ ഉറപ്പിക്കാൻ നന്നായി ബുദ്ധിമുട്ടി. കുഴഞ്ഞ നാവിനെ നിയന്ത്രിച്ച് എന്നോട് ആജ്ഞാപിച്ചു, എടുക്കടാ. സ്തംഭിച്ചു നിന്ന എൻ്റെ മുഖത്ത് തീപാറുന്ന നോട്ടം നോക്കി കൂടുതൽ ഉച്ചത്തോടെ, എടുക്കടാ പട്ടി എന്ന് ആക്രോശിച്ചപ്പോൾ ചുറ്റും കൂടിയ ജനം ഭയന്നു. എൻ്റെ സർവ്വനാഡികളും തളർന്നു. അഭിമാനം കൊണ്ട് പിന്മാറാനാവാത്ത അവസ്ഥ. ഞാൻ സർവ്വദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് വിരിപ്പിൽ നിന്നൊരു മിഠായി എടുത്തു. മിഠായി കൈക്കുള്ളിലാകും മുമ്പ് തുകലരപ്പെട്ട എൻ്റെ മേൽ പതിഞ്ഞു. ജനം ചിന്നിച്ചിതറി. പരമു എൻ്റെ മേൽ ചാടി വീണ് കഴുത്ത് ഞെരിച്ചു. പരമുവിൻ്റെ ശക്തിക്ക് മുന്നിൽ ഞാൻ തളർന്നു. ഇതിനിടയിൽ ധൈര്യത്തോടെ ആരൊക്കെയോ മുന്നോട്ട് വന്ന് പരമുവിനെ പിടിച്ചുമാറ്റി ദൂരത്തേക്ക് കൊണ്ടുപോയി. നാട്ടുകാരുടെ മുന്നിൽ എളിഭ്യനായ ഞാൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് പതിയെ മുന്നോട്ട് പോകവേ ദൂരെ എവിടെയോ നിന്ന് പരമുവിൻ്റെ ശബ്ദം കേട്ടു. ഒരു തെരുവ് തെണ്ടിയുടെ ഉച്ചിഷ്ടം വാങ്ങാൻ നടക്കുന്ന കഴിവറുടെ മോൻ. അടുത്ത ദിവസം രാവിലെ എൻ്റെ താമസ സ്ഥലത്തെ മുൻവാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ധൃതിയിൽ കിടക്കിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പരമു. ഞാനൊന്ന് ഭയന്നു. ആ ഭയം പുറത്ത് കാട്ടാതിരിക്കുവാനുള്ള വ്യഗ്രതയിൽ നാവ് കുഴഞ്ഞു, തൊണ്ട വരണ്ടു. അന്നേരം പരമു തലക്കെട്ടൂരി, ക്ഷമിക്കണം സാർ, മാപ്പ് എന്ന് പറഞ്ഞപ്പോൾ മനം കുളിർത്തു. ഒരു ആദർശ ധീരനെ പോലെ ഇതിലെന്ത് ക്ഷമിക്കാനിരിക്കുന്നു, താൻ പാടോ
എന്ന് ചൊല്ലി അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം നിരസിച്ചുകൊണ്ട് അയാൾ അവിടെ തന്നെ നിന്നു. ഇതിനിടെ നാട്ടുകാരിൽ ചിലർ അവിടെ കൂടി. അവരുടെ മുമ്പിൽ വച്ച് വീണ്ടും പരമു ക്ഷമാപണം ചൊല്ലിയപ്പോൾ ഞാൻ ഇത്തിരി അഹങ്കരിച്ചു. ആരുടെ മുന്നിലും തോൽക്കാത്തവൻ, തോറ്റോടിയവനോട് ക്ഷമ ചോദിക്കുന്നതിലെ വിചിത്രത, അതും എല്ലാത്തിനും സാക്ഷികളായ ആൾക്കാരുടെ മുന്നിൽ വെച്ച്. കരുണാമയനായ ദൈവമേ, നിനക്ക് ഇത്രയും ശക്തിയുണ്ടോ? ചിലരുടെ ജാതകത്തിൽ നാറി മണക്കണം എന്ന് കാണും. അമ്മാവൻ പറഞ്ഞുള്ള അറിവ. ഇതുവരെയുള്ള ലക്ഷണം വെച്ച് നോക്കിയാൽ എൻ്റെ ഗതിയും അതുതന്നെ. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മനോഭാവം കാണും. നാറിയാൽ എന്ത്, മണത്തല്ലോ എന്ന ഭാവം. ഞാനും ഇപ്പോൾ ആ ഭാവത്തിലാണ്. പരമു ഇടറിയ കണ്ടത്തോടെ പറഞ്ഞു, സാർ, ഇന്നലെ ഞാൻ ഒത്തിരി മദ്യപിച്ചു. കാളക്കച്ചവടത്തിൽ വൻ നഷ്ടം. ദുഃഖം മറക്കാൻ പച്ചവെള്ളത്തിന് കഴിയുമോ സാറേ? കുടിച്ചു, കൊതിതീരെ കുടിച്ചു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. രാവിലെ ചിലർ ചിലത് പറഞ്ഞു. വലിയ വലിയ ആൾക്കാരുടെ എതിർക്കാൻ ഞാൻ ആരുമല്ല സാർ, എനിക്ക് മാപ്പ് തരില്ലേ? വളരെ ലാഘവത്തോടെ പരമുവിൻ്റെ തോളത്ത് തട്ടി. തന്നോടല്ലേ പറഞ്ഞത് എനിക്കൊരു വിഷമവുമില്ലാന്ന്? എൻ്റെ വാക്കുകളിൽ സ്വാന്തനം കണ്ടെത്തിയ പോലെ പരമു ഉടുമുണ്ടിൽ കണ്ണീരൊപ്പി. അന്നേരം ഞാൻ കൂടിയ നാട്ടുകാരോട്, എന്താ നോക്കി നിൽക്കുന്നേ, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ നടന്നകന്നു. അകന്നുപോയവരിൽ ചിലർ പരിഹാസ ചിരി ഉതിർക്കുന്നത് കേട്ടു. ഞാനത് കാര്യമാക്കാതെ പരമുവിനോട് വളരെ ലോക്യത്തോടെ, ആർക്കാ പരമു മിഠായികൾ എന്ന് ചോദിച്ചപ്പോൾ അടുക്കും ചിട്ടയുമില്ലാതെ അവൻ പറഞ്ഞു, മോക്ക, എൻ്റെ പൊന്നു മോക്ക്. അവൾക്ക് 2 വയസ്സായി. ഒരു രാത്രി റെയിൽവേ പാളത്തിൽ വെളുത്ത തുണി പൊതിഞ്ഞവൾ കിടന്നു. അന്ന് നല്ല മഴയായിരുന്നു സാറേ, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. കരച്ചില കേട്ടാ ഞാനും ചെന്നത്. ആൾക്കൂട്ടത്തിനിടയിലൂടെ നോക്കിയപ്പോൾ പ്രസവിച്ച് 2 ദിവസം പോലും ആകാത്ത കുഞ്ഞ്. അവളുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ പരസ്പരം നോക്കിയതല്ലാതെ ഒരുത്തർക്കും ഏറ്റുവാങ്ങുവാൻ വയ്യ. ഒടുവിൽ ഞാൻ ചെന്നങ്ങെടുത്തു, വളർത്തി. ഇനി എനിക്കവളെ പഠിപ്പിച്ച് സാറിനെ പോലെ വലിയ ആളാക്കണമെന്ന ആഗ്രഹം. ഭയങ്കര കൊതിച്ചിയാ, മിഠായി കൊതിച്ചി. മിഠായി എപ്പോഴും നുണഞ്ഞുകൊണ്ടേയിരിക്കും. വാക്കുകൾ ഒന്നിനു പിറകെ ഒന്നായി അവനിൽ നിന്ന് ഉയർന്നപ്പോൾ അവനിലെ അവനെ ഞാൻ കണ്ടു, പരമു എന്ന സാധുവിനെ. ഇവൻ്റെ മനസ്സ് സ്നേഹത്തിൻ്റെ ബാലപാഠം പഠിക്കേണ്ട കളരിയാണ്. ശരിയാണ്, ഞാൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. കപടമുഖങ്ങളിൽ ആളിച്ചുകൊണ്ട് സ്വപ്നലോകത്ത് വിഹരിക്കുന്നതിനേക്കാൾ ഏറെ ഭംഗി ഈ മുൾ നിറഞ്ഞ പാതയിലൊരു പിടി മണ്ണായി മാറുന്നതാണ്. പരുക്കൻ ശബ്ദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പവിത്രത ആർക്ക് കാണുവാൻ കഴിയും? ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിന്നപ്പോൾ അവൻ ഉറക്കെ സാർ സാർ എന്ന് വിളിച്ചു. പരിസരബോധം വീണ്ടെടുത്ത ഞാൻ അവന് ചെവി കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് പുറമ്പോക്ക് ഭൂമി ഒഴിയേണ്ട അവസാന ദിവസം. 20 കുടുംബങ്ങൾ വഴിയാധാരമാകും. ഇത്രയും കാലം ഞങ്ങളെല്ലാം സഹിച്ചു, ഇനി എതിർക്കും. പോകാനിടമില്ലാത്തവർ എതിർക്കുന്നതിൽ തെറ്റുണ്ടോ സാർ? അവൻ്റെ ചോദ്യത്തിനുത്തരമായി ഇല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ധീരനായ പോരാളിയെപ്പോലെ അവൻ എൻ്റെ മുന്നിൽ നിന്നും നടന്നകന്നു. എത്ര അപഗ്രഥിച്ചാലും പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത വലിയ മനസ്സിൻ്റെ ഉടമ. അയാൾ കാഴ്ചയിൽ നിന്നും അകന്നപ്പോൾ ഓഫീസിൽ പോകേണ്ട കാര്യമോർത്തു. ധൃതിയിൽ അതിനായി വീട്ടിനുള്ളിലേക്ക് പോയി. 11 മണിക്ക് കേശവൻ്റെ ചായപ്പീടികയിൽ വെച്ച് പുറമ്പോക്ക് ഭൂമി പോലീസ് വളഞ്ഞെന്നറിഞ്ഞു. ഉടനെ അങ്ങോട്ട് പോകണമെന്ന് തോന്നിയെങ്കിലും എന്നിലെ ഞാൻ എന്നെ നിയന്ത്രിച്ചു, വിലക്കി. ഒടിഞ്ഞ ബെഞ്ചിൽ മടി കൂടാതെ ചടഞ്ഞുകൂടി കിടന്നു. ഓഫീസിലെ എൻ്റെ മേശമേൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഫയലുകളിൽ എലികൾ വിസർജിക്കുന്നതായി സ്വപ്നം കണ്ടപ്പോൾ കൈ രണ്ടും തുടയ്ക്കുള്ളിൽ ചൊരുകി. സുഖം, പരമസുഖം. വൈകുന്നേരം ഓണർ വന്ന് വിളിച്ചുണർത്തി. കണ്ണു രണ്ടും തിരുമി എഴുന്നേറ്റപ്പോൾ കുറ്റീച്ചകൾ എൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഗംഗാജലം രുചി നോക്കുവാനുള്ള വെപ്രാളത്തിലായിരുന്നു. ഉത്ഭവസ്ഥാനം അടയ്ക്കുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ ഒരു സർക്കാർ ഉത്തരവോടെ ഞാൻ പ്രവാഹത്തെ സ്റ്റേ ചെയ്തു. അപ്പോഴാണ് ഓണർ മുഖാന്തരം അറിഞ്ഞത് കടകളെല്ലാം അടയ്ക്കാൻ പോകുന്നു, ഹർത്താൽ. കാര്യം തിരക്കിയപ്പോൾ ഓണർ പറഞ്ഞു, പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും താമസക്കാർ ഒഴിയാത്തതുകൊണ്ട് പോലീസ് ബലം പ്രയോഗിച്ചു. അതിനെ തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പിൽ പരമു മരിച്ചു. ഞാൻ ഓണറുടെ വാചകത്തിൽ ദുഃഖം കണ്ടെത്തുവാനായി നന്നായി ശ്രമിച്ചു. പരാജിതനായി കടയിൽ നിന്നും ഇറങ്ങി പുറമ്പോക്ക് ഭൂമി ലക്ഷ്യമാക്കി നടന്നപ്പോൾ ഒരു സംഘം ആൾക്കാർ കറുത്ത കൊടിയുമേന്തി എതിരെ വരുന്നത് കണ്ടു. പരമു രക്തസാക്ഷിയായി. നാളെ കവലയിലെ ബലികുടീരത്തിൽ പരമുവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ 1000 കണ്ടങ്ങളിൽ നിന്നും ഇടിമുഴങ്ങുന്ന ശബ്ദത്തിൽ അഭിവാദ്യങ്ങൾ മുഴങ്ങും.
ചിലർ ജനിക്കുമ്പോൾ ദൈവം കൽപ്പിക്കും, മകനെ, നീ ജനിച്ചത് തെരുവിലാണെങ്കിലും മരിക്കുമ്പോൾ നീ തെരുവിൽ ജനിച്ചവനാണെന്ന് ആരും അറിയില്ല. അത് ശരിയല്ല. സത്യം എപ്പോഴും സത്യമായി തന്നെ നിൽക്കട്ടെ. നീ തെരുവിലൊരു കുടീരമായി മരിക്കൂ. സർവമംഗളം. ഇതൊക്കെ ആലോചിച്ചപ്പോൾ അമ്മാവനോട് ബഹുമാനം തോന്നി. എന്ത് അനുഭവജ്ഞാനമുള്ള മനുഷ്യൻ! അമ്മാവോ, അങ്ങ് മരിച്ച് സ്വർഗലോകത്ത് പോകും വഴി അങ്ങയുടെ തത്വങ്ങൾ അടിക്കടി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഈ ശേഷകാരൻ്റെ കാര്യം മറക്കരുത്. നടന്ന് പരമുവിൻ്റെ കുടിലിലെത്തി. മൃതദേഹം ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ഒരു വിഭാഗം പരമുവിനെ ആദരിച്ചപ്പോൾ ആകാശത്തുനിന്നും പൊട്ടി വീണതുപോലെ ദേശീയ പതാക കുത്തിവെച്ച വെള്ളമുണ്ട് പരമുവിൻ്റെ ദേഹത്ത് ഇളകിയാടി കുഴഞ്ഞ് നാണിച്ചു കിടന്നു. പോലീസ് വെടിയേറ്റ് ചത്താൽ പേപ്പട്ടിക്കും വിലയുണ്ടെന്ന സത്യം ഞാൻ മനസ്സിലാക്കി. അമ്മാവ സൂക്തങ്ങൾ വീണ്ടും അർത്ഥവത്താകുന്നു. എല്ലാ പേരുടെ കണ്ണുകളും ഇറച്ചിക്കഷ്ണം ലഭിച്ച കഴുകന്റെ കണ്ണുകൾ പോലെ തിളങ്ങുന്നു. എൻ്റെ കണ്ണിൽ നനവ് വരുത്തുവാനായി ആരും കാണാതെ ഞാൻ ചൂണ്ടുവിരൽ കൊണ്ട് കൃഷ്ണമണിക്ക് താഴെ കുത്തി കണ്ണ് നിറഞ്ഞു. ഭാഗ്യത്തിന് അപ്പോൾ വീശിയ കാറ്റിൽ കുറച്ച് പൊടിപടലങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഞാൻ കാറ്റിനെ കണ്ണുകൾ ഉന്തി സ്വീകരിച്ചു. ഏതാനും പൊടികൾ കണ്ണിൽ വീണു. ഞാൻ ദുഃഖത്തോടെ ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ കരഞ്ഞു. കുറച്ചാൾക്കാർ ചേർന്ന് മൃതദേഹം പൊക്കിയെടുത്തു. അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല. പഴയതുപോലെ കാറ്റ് വീണ്ടും വീശി. കൊടികൾ പലതും ഇളകിയാടി. പലരും കണ്ണുകളുന്തി പൊടിപടലത്തെ സ്വീകരിച്ചു. ജനം കരഞ്ഞു. ജനലക്ഷങ്ങളുടെ അകമ്പടിയോടെ പോലീസ് സംരക്ഷണത്തോടെ പരമുവിൻ്റെ മൃതദേഹം അകന്നുപോയപ്പോൾ ഞാൻ കുടിലിനുള്ളിലേക്ക് നോക്കി. കുടിൽ ശൂന്യം. അകത്ത് കയറി പിൻവാതിലിലൂടെ പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ കണ്ടു. കണ്ണീർ തൂകി കൈകളിൽ മിഠായിയുമായി ദൂരെ കുന്നിൻപുറയിൽ സൂര്യൻ തൻ്റെ ഒളിശയനത്തിന് വിട ചൊല്ലുന്നതും നോക്കി അവൾ നിൽക്കുന്നു ഏകാകിനിയായി.